ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ചിഞ്ചുനിച്ചി വ്ളോഗിലേക്ക് ഹാർദരമായ സ്വാഗതം. എൻ്റെ വീടിൻ്റെ ബാക്ക് വശമാണ്. നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അകത്ത് നിന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിരുന്നതാണ്. എന്നാൽ വിചാരിച്ച് വെളിയിൽ നിന്ന് ചെയ്യാമെന്ന്. അപ്പം കാറ്റൊക്കെ അടിക്കുമല്ലോ. അതൊക്കെ പോട്ടെ. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഗർഭിണികൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും അതേപോലെ തന്നെ ഗർഭിണികൾ കഴിക്കാൻ പാടില്ലാത്ത ഫുഡിനെ പറ്റിയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ വിശന്നിരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതിരിക്കില്ല. വെള്ളം കുടിക്കാതിരുന്നാൽ യൂറിനറി ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നിങ്ങൾക്കറിയാമല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ദീർഘദൂര യാത്രകൾ അതേപോലെ ദീർഘദൂര നടത്തം ഇതെല്ലാം ഒഴിവാക്കണം. നമ്മുടെ വീടുകളിലെ ജോലികളൊക്കെ ഉണ്ടല്ലോ, മുറ്റം തൂക്കുക, പാത്രം കഴുകുക, അല്ലെങ്കിൽ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അങ്ങനത്തെ ഒന്നും പാടില്ലെന്നല്ല. അല്ലാതെ ലോങ് യാത്രയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ബസ്സിൽ പോവുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇപ്പോൾ എല്ലാവരും പോകുന്നവരുണ്ടായിരിക്കും. പ്രശ്നമൊന്നും ഇല്ലാത്തവർക്കും പോകാം. അന്നെങ്കിലും നമ്മുടെ ഈ ഗർഭാവസ്ഥയിൽ നമ്മൾ കുറച്ചെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ ടെൻഷൻ അടിക്കാനോ ഉറക്കക്കുറവോ പാടില്ല. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ റിലേറ്റീവ്സായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടോ അത് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ നല്ല മ്യൂസിക്കുകൾ കേൾക്കുക. ഇതൊക്കെയാണ് ഇതിനുള്ള പ്രതിവിധി. എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. വിശന്നിരിക്കരുത്, ദീർഘദൂരം നടക്കരുത്, ദീർഘദൂര യാത്രകൾ പാടില്ല, അതേപോലെ തന്നെ മോഷൻ, അതേപോലെ യൂറിൻ എന്നിവ നമ്മൾ പിടിച്ച് വെക്കാൻ പാടില്ല, ടെൻഷൻ അടിക്കരുത്, ഉറങ്ങാതിരിക്കരുത്. ഇത് നാലുമാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഫുഡിനെ പറ്റിയാണ് ഇനിയും പറയാൻ പോകുന്നത്. ശർക്കര കൂടുതലുള്ള മീനുകൾ കഴിക്കാൻ പാടില്ല. ഉദാഹരണം എന്ന് വെച്ചാൽ അയല, സ്രാവ് എന്നിവയൊക്കെ കഴിക്കുന്നവരുണ്ടായിരിക്കാം. കഴിക്കരുതെന്നാണ് എന്നോട് എൻ്റെ ഡോക്ടർ, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മെർക്കുറികൾ കൂടുതലിറങ്ങിയ അയല, സ്രാവ് ഇത് രണ്ടും ഞാൻ ഒഴിവാക്കിയിരുന്നു. അഥവാ അത് കഴിച്ചാൽ ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കുക. അതേപോലെ തന്നെ പൂർണ്ണമായിട്ടും വേവിക്കാത്ത മുട്ട, പൂർണ്ണമായിട്ടും വേവിക്കാത്ത മാംസാഹാരങ്ങൾ, ജങ്ക് ഫുഡുകൾ, അതേപോലെ തന്നെ മയോണൈസ് ഇതെല്ലാം നമ്മൾ കഴിവതും ഒഴിവാക്കി വീട്ടിലുണ്ടാകുന്ന ഭക്ഷണങ്ങൾ കഴിവതും കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനിട്ട വീഡിയോ പറഞ്ഞു, ചേച്ചി ഇത് കാണാതെ പഠിച്ച് പറയുന്നതല്ലേ എന്ന്. ഒരിക്കലുമല്ല, കാണാതെ പഠിച്ചിട്ട് പറയുന്നില്ല. ആദ്യമായിട്ട് ഞാനൊരു വീഡിയോയിൽ ഫേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ഫേസ് ടു ഫേസ് നോക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും ഇപ്പം തന്നെ ഞാൻ എന്തോ പറയാൻ വരുന്നതെന്ന് എനിക്ക് കിട്ടുന്നില്ല. കുറച്ചാകുമ്പോഴത്തേക്ക് ഇത് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ മാറ്റിക്കോളാം കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ കുറച്ച് കുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും. അപ്പോൾ അത് എത്രമാത്രം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ വഴിയെ ശരിയാക്കി എടുത്തോളാം. ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇനിയുള്ള വീഡിയോകളെല്ലാം ഞാൻ ശ്രദ്ധിച്ച് റെഡിയാക്കിക്കൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ ബൈ ഗേസ്.